ഇഞ്ചി വെളുത്തുള്ളി 2 കുടം വെളുത്തുള്ളി ഉണ്ട്, സവാള. ഹായ്, എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചിയ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെയും കുഴപ്പമില്ലാതൊക്കെ പോകുന്നു. എനിക്കാണെങ്കിലേ ഒരു ചുമയെന്ന് വെച്ചാൽ ഈ കഫ് വരാതുള്ള കഫ് ഇങ്ങനെ വന്ന് നെഞ്ചിലിരിക്കുന്ന പോലെ നമുക്ക് തോന്നും. അതിങ്ങനെ ചുമച്ച് ആ കഫ് എടുത്ത് മാറ്റാനായിട്ടുള്ളൊരു പ്രയാസമാണ്. അപ്പോൾ കണ്ടിന്യൂസ് ചുമച്ച് എൻ്റെ മുഖം കണ്ട സ്വെല്ലിങ് പോലായത്. അങ്ങനെ ഒരു അല്ലാതെ കുഴപ്പമൊന്നുമില്ല. അല്ലാതെ ഇടയ്ക്ക് ഇത്തിരി വയ്യാതായിരുന്നു 2-3 ദിവസം. ഇപ്പോൾ ഒത്തിരി വ്യത്യാസമൊക്കെ ഉണ്ട്. പിന്നെന്തുവാ, ഇടയ്ക്കിടയ്ക്ക് ഇത് മിന്നുന്നു. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാവരും വീഡിയോ ഇടാതിരുന്നുണ്ടേ വേറെ വീഡിയോയ്ക്കകത്ത് വന്ന് എല്ലാവരും കമൻ്റ് ഇട്ടു എന്തിയെന്ന്. ഇല്ല, നമ്മളെന്നും വീഡിയോ ഇടുന്നത് കൊണ്ട് ഒരു ദിവസം കണ്ടില്ലെങ്കിൽ വന്ന് ചോദിക്കും. എന്നും ഇടാതിരുന്ന അത്രയും ആൾക്കാർക്ക് അത്രയും മനസ്സിലാവത്തില്ല. എന്നാലും ഇല്ല, പണ്ടുള്ളവർ പറയുന്ന പോലെ നമ്മുടെ വയ്യാഴികയിൽ ഒരാളൊരു ആശ്വാസമായിട്ടൊക്കെ നമുക്ക് സംസാരിക്കും. നമുക്ക് ഒത്തിരി നമ്മുടെ അസുഖം തന്നെ പകുതി പോകും. അതുപോലെ അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടിട്ട് ചില പറഞ്ഞു പ്രീസമോൻ ഇച്ചിരി നേരം അങ്ങ് മൊബൈൽ കൊടുക്കുന്നു. പ്രീസമോന് ഇവിടെ എൻ്റെ പഴയ മൊബൈലുണ്ട്, അതിൻ്റെ അകത്ത് അവന് കൊടുക്കും. ചിലർ മെസ്സേജൊക്കെ ഇട്ടാൽ ചിലപ്പോൾ അതാ ഞാൻ മെസ്സേജ് കൊടുക്കാൻ, എൻ്റെ അച്ചാറിൻ്റെ നമ്പറാണ് അത് ഇവരുടെ കയ്യിലിരുന്നാൽ പിന്നെ കിട്ടുന്ന എപ്പോഴാണെന്ന് അറിയത്തില്ലേ. അതിലും ഉണ്ട്. ഞാൻ പറഞ്ഞിടാ, നീ വല്ല യൂട്യൂബിൽ എന്തെങ്കിലും നിൻ്റെ കാർട്ടൂൺ കാണും. അവനപ്പം പപ്പാടേതിൽ ഉണ്ട് ഗെയിം. അതിനായി ഓടിപ്പോയി പപ്പാട എടുക്കുന്നത്. രാവിലെ തൊട്ട് അവൻ്റേത് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ മൊബൈൽ കൊടുക്കാം. അങ്ങനെ ഒത്തിരി അങ്ങ് നമ്മളങ്ങ് പിടിച്ചു വെച്ചോണ്ടൊന്നും ഇരിക്കുന്നില്ല. മൊബൈലൊക്കെ കൊടുക്കും. എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. കാണുമായിരുന്നു ഇരുന്ന്. എന്നിട്ട് പപ്പാടേത് പോയി മൂട്ടിച്ചതാ. പിന്നെ ഈ റേച്ചാൻ ഇടയ്ക്കിടയ്ക്ക് ഇവൻ നമ്മളെന്തോന്നും ചെയ്യുന്നുണ്ട്. അവൻ ഈ പാത്രം കഴുകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പാത്രം കഴുകാൻ മമ്മി ഞാൻ ചെയ്യട്ടെ. ഞാൻ പറയാം ഇല്ല ഒരിക്കലും. പണ്ട് ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ച് ഇത് ഞങ്ങൾ റെൻറ്റിന് കൊടുത്തിട്ട് മീരാറോഡിൽ പോയില്ലേ, ഒരു സമയമാണ് ഇവനെ കാണുന്നില്ല. ഇവൻ എൻ്റെ കൂടെ കിടക്കുമായിരുന്നു, ഇവനെ കാണുന്നില്ല. നോക്കിയാണ്ട് എന്തുവാ ഒരു പാത്രം എടുത്തിട്ട് കഴുകി സോപ്പിട്ട് ഞാൻ ചെന്നുണ്ടെങ്കിൽ ആ പാതാമ്പരം മൊത്തവും സോപ്പും ആ സിങ്ക് അങ്ങ് നിറഞ്ഞ് വെള്ളം കൊണ്ട് ഇങ്ങനെ ഓണാക്കിയിട്ട്. അന്ന് കുഞ്ഞായിരുന്നല്ലേ. ഇപ്പോൾ ഇതുപോലെ ഞാൻ പറഞ്ഞ ഞങ്ങൾ ആരെങ്കിലും ഉള്ളപ്പം നീ ഒന്ന് ചെയ്തു, അല്ലാതെ നീ ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അച്ചാച്ചൻ ചെയ്യുമല്ലേ. ഞാൻ പറഞ്ഞു അച്ചാച്ചനെ കൊണ്ട് ഞാൻ പറയും ചിലപ്പം കൊച്ചു പാത്രങ്ങളൊക്കെ കഴുകുന്നു. അതുപോലെ ഇന്നൊരു ഫ്രിഡ്ജ് ക്ലീനിങ് ഉണ്ട്. അപ്പം ഞാൻ ചെയ്യാന്ന് വെച്ചോണ്ടേ പോളിന് അത് ഇഷ്ടമാണ് ചെയ്യാൻ. അവൻ പറഞ്ഞ് അവൻ ചെയ്യാന്ന്. അപ്പം അത് കണ്ടോണ്ടേ ആ ചാനും ചെയ്യണം. ഇപ്പം അന്നേരം പോളും പറഞ്ഞ് ഇപ്പം നീ പറയും ഞാൻ ചെയ്യാന്ന്, നീ വലുതാകുമ്പോൾ നിനക്കത് ഇഷ്ടപ്പെടത്തില്ലടാന്ന് പറഞ്ഞു. കൊച്ചുങ്ങളാകുമ്പോൾ അവർക്ക് ഇതൊക്കെ ചെയ്യാനൊരു താല്പര്യമായിരിക്കും. പിന്നെ കുറേ കൂടെ കഴിയുമ്പോൾ പോള് പറഞ്ഞത് ശരിയായി, ഇവർ ചെയ്യത്തില്ല. കഴിച്ചാൽ പിന്നെ കൂടെ അടുത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ഗ്യാസൊക്കെ പിടിപ്പിക്കുക. അവർ എൻ്റെ അടുത്ത് അങ്ങനെ പുട്ടുപണി കണക്കത്തിന് വന്നാൽ ഞാൻ പറയും ഓടിക്കും. കഴിച്ചാൽ പിന്നെ അവർ പറയുന്നതനുസരിച്ച് കൂടെ നിന്ന് ചെയ്യിപ്പിക്കും. എന്നാൽ ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാവരും വീഡിയോ ഇച്ചിരിയെങ്കിലും ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കുക. വ്യൂസൊക്കെ ഇപ്പം തീരെ കുറവാണ്. ഞാൻ വീഡിയോയും ചെറുതിടുന്നു, വ്യൂസും കുറവാണെങ്കിൽ ഒട്ടും ലെങ്ത് ഇല്ലെങ്കിലേ ഒരു പ്രയോജനവും ഇല്ല. അപ്പം എന്നും നമ്മൾ ഈ വീട്ടിൻ്റെ അകത്ത് എന്തോ കാണിക്കുന്നത്, വെളിയിലത്തെ വല്ല ക്ലിപ്പും ഉണ്ടെങ്കിൽ അതൊക്കെ ആൾക്കാർക്ക് കാണാൻ ഇഷ്ടമാണ്.
അപ്പം വെജിറ്റബിൾ മാർക്കറ്റിൽ ഇപ്പോൾ റേച്ചാൻ ഇനി വാങ്ങിച്ചുകൊണ്ട് വരും. അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. അല്ലെങ്കിൽ ഞാൻ പോവുകയാണെങ്കിൽ ഞാൻ പോയി എടുക്കും അതൊക്കെ. ഉള്ളതൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്കേ വീഡിയോയിലോട്ട് പോയിന്നൊരു ബീഫ് കറി ഉണ്ടാക്കുന്നുണ്ട്. 2 ദിവസത്തെ ബീഫ് കറിയുടെയും പിന്നെ ഫ്രിഡ്ജ് ക്ലീനിങ്ങും. നിങ്ങൾ അത്തിപ്പഴം കഴിച്ചിട്ടുണ്ടോ? അത്തിപ്പഴം ഞാൻ സത്യം പറഞ്ഞാൽ കഴിച്ചിട്ടില്ല. ഞാൻ ഇപ്പോഴാണ് കഴിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ കാണിക്കാം നിങ്ങളെ അത്തിപ്പഴം. ബൈബിളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അത്തിപ്പഴം ഇച്ചിരി കോസ്റ്റ്ലിയാണ്. അത് നല്ല വിലയാണ്. ഉണങ്ങിയത് നല്ല വിലയാണ്. ഇതിനേക്ക് നല്ല വിലയായി. 1/4 കിലോ 300 രൂപ. പിന്നെ അല്ലാതെ ഫ്രൂട്ടായിട്ടും നല്ല വിലയാണ് ഇതിന്. കണ്ടാൽ ഒരു ഇച്ചിരിയേ ഉള്ളൂ, പക്ഷേ നല്ല ഫൈബറും ഒക്കെ ആണെങ്കിൽ നല്ല ശരീരത്തിന് നമുക്ക് ഒത്തിരി ഗുണം തരുന്നൊരു ഫ്രൂട്ടാണ് അത്തിപ്പഴം. അപ്പം ബീഫ് കറിക്കായിട്ട് ഞാൻ ഇത്രയും ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു 6-7 സവാള എടുത്തിട്ടുണ്ട്, 2 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം ചീനച്ചട്ടി വെച്ചിട്ട് ഇത്തിരി തേങ്ങാക്കൊത്ത് എടുത്തായിരുന്നു. ആ തേങ്ങാക്കൊത്തൊന്ന് കഴത്തി ഇങ്ങനെ അരിഞ്ഞപ്പം അതിൻ്റെ അകത്തെ ആ തേങ്ങയുടെ മണ്ടയിലത്തെ ആ നാരൊക്കെ വീണ്. അത് ഞാൻ ഒന്ന് കഴുകിയിട്ട് അരിപ്പയ്ക്കകത്തിട്ട് എന്നിട്ട് അതുകൊണ്ടാണ് ഞാൻ അരിപ്പയിൽ ഇങ്ങനെ ഇട്ടത്. എന്നിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് പിന്നെ അരിഞ്ഞ സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഇതിൻ്റെ അകത്തിട്ട് ഇച്ചിരി ഉപ്പ് കൂടി ഇട്ടിട്ട് ഇതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇത് വഴന്ന് വരുമ്പം പിന്നെ നമുക്ക് ഇതിലേക്ക് പൊടികളൂടെ ചേർക്കാമേ. ഇതിലേക്ക് ഞാൻ ഒരു 3/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, കുരുമുളക് പിന്നെ ചേർക്കാം. 1.5 കിലോ ബീഫുണ്ട്. അപ്പോൾ ഇതിൻ്റെ പച്ചമണം പോന്നണം വരെ ഇനി നമുക്കിതൊന്ന് ഈ മസാലകളൊന്ന് മൂപ്പിച്ചെടുക്കാം. മുളക് പൊടി ഞാനൊരു ഇച്ചിരിയും കൂടി ഇട്ടേ, ഒരു 2 ടേബിൾ സ്പൂൺ ടോട്ടൽ ഇട്ടെന്ന് വെച്ചു. ബീഫ് ഞാൻ കുക്കറിൽ വേവിച്ചെടുത്തായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം കൂടെ ഉണ്ട്. ആ വെള്ളത്തോടു കൂടി ഞാൻ ഈ മസാലയ്ക്കകത്ത് ഇട്ടിട്ടുണ്ട് ഇത്. എന്നിട്ട് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് ഇതൊന്ന് തിളച്ചതിന് ശേഷം ഞാൻ പിന്നെ ചെറിയ തീയിലിടും. കാരണം ബീഫൊക്കെ ഓൾറെഡി വെന്തതാ. ഇനി ആ ബീഫിൻ്റെ അകത്ത് ഈ മസാലയൊക്കെ ഒന്ന് നന്നായി പിടിച്ചാൽ മതി. ഇവിടെ ഇച്ചിരി നന്നായി വെന്ത് കിട്ടണം ഈ പിള്ളേർക്ക്. നേരത്തെ പിള്ളേർക്ക് 2 ബീഫ് ഇഷ്ടമല്ലായിരുന്നു, കാരണം പല്ലിൻ്റെ ഇടയ്ക്ക് പോകുമെന്നും പറഞ്ഞ്. ഇവർക്ക് പ്രൈസിന് ഏറ്റവും ഇഷ്ടം ചിക്കനാണ്, പോളിനും അതുപോലെ. പക്ഷേ എനിക്ക് ചിക്കനോട് അത്ര താല്പര്യമില്ല. ഇവിടെ റേച്ചാനും ബീഫാണ് ഇഷ്ടം. അപ്പോൾ ഇതൊന്ന് ഞാൻ നന്നായി മിക്സ് ചെയ്തിട്ട് അതൊന്ന് അടച്ച് തിളച്ചതിന് ശേഷം ചെറിയ തീയിൽ വേവിക്കാം. ഇതിപ്പം തിളച്ച് ഞാൻ ചെറിയ തീയിൽ ഇട്ട് കൊടുക്കുക ഇനിയും. എന്നിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇച്ചിരി ചാറായിട്ട് പിള്ളേർക്ക് വേണം, അതുകൊണ്ട് ഇച്ചിരി ചാറായിട്ടാണ് എടുക്കുന്നത്. അല്ലെങ്കിൽ ഇത്രയും ചാറായിട്ടൊക്കെ എടുക്കുവാണെങ്കിലും രാത്രിയാകുമ്പോൾ കുറേയും കൂടി ഇത്തിരി ഒന്ന് ചാറൊക്കെ അങ്ങ് പറ്റും. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു ഇച്ചിരി നേരം ഞാനൊന്ന് ഇളക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ കടുകൂടെ വറുത്ത് ചേർക്കണം ഇതിൽ. അപ്പം നമ്മുടെ ബീഫൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം രാത്രിയാണ് ഇത് നന്നായി കുറേയും കൂടെ ഒന്ന്, ഇതിപ്പം നല്ല ചൂടോടിരിക്കുമില്ലേ, രാത്രിയാണ് നന്നായിട്ട് ഇച്ചിരിയും കൂടെ ഒന്ന് അത് ഇത്തിരി കൂടെ ഒന്ന് കുറുകിയായിരുന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു മോരുകറിയും കൂടെ ഉണ്ടാക്കി. ബീഫ് കറി ഉള്ളപ്പം മോരുകറി പോളിന് മെയിനാണ്.
അപ്പോൾ ഇവർ എല്ലാം ഇപ്പോൾ റൈസമോനും വൈകിട്ട് വന്നിട്ട് ചപ്പാത്തിയാണ് കഴിച്ചത്. കാരണം മോരും ബീഫ് ഫുഡൊക്കെ വിരുദ്ധാഹാരമാണെന്ന് പറയും. പക്ഷേ നമ്മളൊക്കെ ഈ കല്യാണത്തിനൊക്കെ പോകുമ്പം ഇതാ മെയിൻ ക്രിസ്ത്യാനികളുടെ ഊണിന്. അപ്പോൾ രാത്രിയാണ് ഏതാണ്ട് നല്ലതായിട്ട് കുറേയും കൂടെ ഒന്നിത് ഇതായിട്ടിരിപ്പുണ്ട്. ഞാൻ കുറച്ചെടുത്തങ്ങ് നാളത്തേക്കിനെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കാണിക്കുന്നത് പിറ്റേ ദിവസത്തെയാണ്. അപ്പം പ്രീസമ്മൂനും അങ്ങ് തുള്ളി നടക്കുക അവന് ഹെൽപ്പ് ചെയ്യാനും. അപ്പോൾ റേച്ചാനുണ്ട് ഇവിടെ. റേച്ചാനുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഇവൻ്റെ സ്വാതന്ത്ര്യമാണ്. അപ്പോൾ അതിൻ്റെ ഗ്ലാസ്സൊക്കെ പൂൾമോൻ ഇളക്കി കൊടുത്ത് അതൊക്കെ ഇവൻ ചെയ്യുക. പാത്രങ്ങളൊക്കെ കഴുകാനുള്ളതുകൊണ്ടിരുന്ന് അതെല്ലാം എടുത്ത് അങ്ങോട്ട് അവർ മാറ്റി വെച്ചിട്ട് എനിക്കറിയത്തില്ലായിരുന്നു ഇവനാ ചെയ്യുന്നതെന്ന്. അപ്പം ഞാനുണ്ടെങ്കിൽ പറഞ്ഞു ചോദിച്ചാൽ എന്തിനാ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ചോദിച്ചാൽ പറയും പിള്ളേരുടെ ആഗ്രഹമല്ലേ ചെയ്യട്ടെ, ഞങ്ങളൊക്കെ എന്തെല്ലാം കൊച്ചിലെ കാണിച്ചിട്ടുണ്ട്, നീയും ചെയ്തിട്ട്. അപ്പം ഞാൻ ചിന്തിച്ചാൽ നമ്മൾ ഇതിനേക്കായി അപ്പുറം ഓരോന്നൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് എപ്പോഴും നമ്മുടെ പിള്ളേർ കുഞ്ഞാന്നും പറഞ്ഞിരിക്കുമല്ലേ. അപ്പോൾ ഞാനവിടെ സൈഡിൽ പാലിൻ്റെ കവർ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചേക്കുന്നത് എന്തുവന്നോ, പാല് നമ്മളെടുത്തിട്ടേ അതിൻ്റെ അകത്ത് ഞങ്ങൾ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് മുറ്റത്ത് കൊണ്ട് എറിയുവോ അല്ലെങ്കിൽ എടുത്ത് വെച്ചാൽ ഇങ്ങനെ ആൾക്കാർ വന്ന് കൊണ്ടുപോവുകയൊക്കെ ചെയ്യും. ഇവിടെ നിന്ന് പറയുന്നത് നമ്മൾ ഈ കച്ചട ബക്കറ്റ് ഇടുമല്ലേ, വേസ്റ്റ് ബക്കറ്റിൽ. അപ്പോൾ ഒരു കവർ ഇട്ടിട്ടാണ് ഞാൻ ഇടുന്നത്. എന്നാൽ ഇതിൻ്റെ അകത്തുനിന്ന് ആ പാലെങ്ങാണം ഇറ്റിങ്ങാണം വീഴുവാണെങ്കിൽ ആ ബക്കറ്റ് അങ്ങ് നനയും. അതുകൊണ്ട് ഞാൻ ആ പാല് ഊർന്ന് മൊത്തത്തിൽ പോകാൻ വേണ്ടിയാണ് ഞാൻ അവിടെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചേക്കുന്നത്. ഇത്തിരി കഴിഞ്ഞ് അത് ഊർന്ന് കഴിഞ്ഞ് ഞാൻ ഡസ്റ്റ്ബിൻ്റെ അകത്തിടും. പണ്ടൊക്കെ ഞങ്ങൾ വന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഈ കവറൊക്കെ കൊടുത്താൽ നമുക്ക് വെളുത്തുള്ളി കിട്ടുമായിരുന്നു ഇവിടെ. ഇപ്പം അതൊന്നുമില്ല. ഇപ്പം ഇവിടെ ഇവനെയും കൊണ്ട് അവൻ ഗ്ലാസ് കഴുകുക. ഞാൻ റീച്ചാനോട് പറഞ്ഞു ഗ്ലാസ് അവനെ കൊണ്ട് ട്രെയിനിങ് ചെയ്യിപ്പിച്ച് അത് പൊട്ടിയാലാവട്ടെ നിന്ന്. ഇവിടെ ഇതെല്ലാം തുടച്ച് കഴിഞ്ഞതാ. പിന്നെ അടുത്ത ആൾ ഒന്നുകൂടെ പോയി ഫൈനൽ ടച്ച് ചെയ്യുക. ഇവനാ ഏറ്റവും എൻജോയ് ചെയ്തത്. ഞാൻ വീഡിയോ എടുക്കുന്നതനുസരിച്ച് റീച്ചാൻ തിരിഞ്ഞ് അങ്ങോട്ട് പമ്മി പോവാം. ഞങ്ങളുടെ പ്രൊജക്റ്റ് ആയിരുന്നു കാറ്റർപില്ലർ ഉണ്ടാക്കൽ. അതുകൊണ്ട് ഇത് കാറ്റർപില്ലറാ ഇങ്ങോട്ട് കാണരുത്. ക്ലേയും കൊണ്ടുണ്ടാക്കിയതായില്ലേ. ഇന്ന് പ്രൊജക്റ്റായിരുന്നു ഇവർക്ക്. പിന്നെ ഇന്ന് വേറെ കൊണ്ടുപോയായിരുന്നല്ലേ, അതൊക്കെ എന്തുവായിരുന്നു? നാളെ യൂസ് ചെയ്യും. കണ്ണിൻ്റെ അവിടെ നല്ല കറുപ്പുണ്ടല്ലോ, എന്തോ പറ്റിയടാ? പിന്നെ ഇപ്പോൾ വന്നിട്ട് മൊബൈൽ എടുത്തയാ. എന്നിട്ട് വേറൊരു മൊബൈൽ ഇരിപ്പുണ്ട്, അത് വേണമെന്നും പറഞ്ഞിരിക്കുക. കൊച്ചു പിള്ളേരൊക്കെ കുഞ്ഞു ചൊറ്റമിറ്റവാഞ്ഞ ഞഞ്ഞ അങ്ങനെയുള്ള പാട്ട് കേൾക്കണം കേട്ടോ. പിന്നെ എന്തോണ്ട് പറ, ക്ലാസ്സിൽ എന്തോണ്ട് വിശേഷം? നല്ലതുണ്ടോ? പിന്നെ ഇന്ന് ടിഫിൻ കൊണ്ടുപോയിട്ട് ആരൊക്കെ എന്തൊക്കെ കൊണ്ടുവന്നു? ഇവർക്ക് വിൻ്റർ ഇതെന്നും പറഞ്ഞൊരു സർക്കുലർ തന്നിട്ടുണ്ട്. ഇന്ന ദിവസം ഇന്നത്, ഇന്ന് റോ ആയിട്ടുള്ള എന്തെങ്കിലും കഴിക്കണം. ഇവനാണെങ്കിൽ അതൊന്നും പച്ചക്കുള്ളതൊന്നും ഇഷ്ടമല്ല. പിന്നെ ഇന്ന് എന്തോ ഇത് കൊണ്ടുപോയേ? പാസ്ത. ടീച്ചർ വല്ലതും പറഞ്ഞോ? അരണ എന്തോ കൊണ്ടുവന്നു? നിന്റെ അടുത്ത് ആരാ ഇരുന്നത് ഇന്ന്? അരുണവായിരുന്നോ? നിങ്ങൾ ഷെയർ ചെയ്യത്തില്ല? മസാലയിടയിൽ കൊണ്ടുപോയാൽ ഷെയർ ചെയ്യുമോ? മസാലയിടയിൽ എടുക്കുമോ ആൾക്കാർ വന്ന്? പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറ. ഇങ്ങനെ അല്ലായിരുന്നല്ലോ ഇത്തിരി മുമ്പേ വരെ. ഓക്കെ എന്നാ. ഇതാ ഞാൻ പറഞ്ഞ അത്തിപ്പഴം. ഇതിപ്പം 1 ഡസനുണ്ട്. 1 ഡസന് 150 രൂപയും കണ്ടായിരുന്നെന്ന് തോന്നുന്നു. അല്ലാതെ ഇതിപ്പോൾ ഇവരുടെ കയ്യിൽ ഇങ്ങനെ ചെന്ന് നോക്കിയാൽ 150, അല്ലെങ്കിൽ ഇതിനേക്കാൾ റേറ്റാണ്. നമ്മൾ
ഗൂഗിളിൽ ഇത് ആമസോണിലൊക്കെ നോക്കിയാൽ 1000 രൂപയോളൊക്കെ കിലോ വരുന്നത്. പിന്നെ ഒരു പാക്കറ്റ് സ്ട്രോബെറിയും. എനിക്ക് സ്ട്രോബെറിയുടെ മണം ഭയങ്കര ഇഷ്ടമാണ്. ഇവന്മാർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. നല്ല സ്ട്രോബെറി ആയിരുന്നു, പഴുത്തയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ കൊച്ചു വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ഒട്ടനെ ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ കൂടി അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.